നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ എ കർവ്ഡ് പ്ലേറ്റ് പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിലും ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ എ കർവ്ഡ് പ്ലേറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ജെറ്റ് ഓഫ് വാട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അറ്റ് വൺ എൻഡ് ഓഫ് ദ പ്ലേറ്റ് ആണ്. അതേപോലെ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു പ്ലേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജെറ്റ് എവിടെയായിരുന്നു പ്ലേസ് ചെയ്തത്? അത് സെൻറ്ററിലായിരുന്നു പ്ലേസ് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു എൻഡിലോട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ നിന്ന് വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി v ആണെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ഒരു പ്ലെയിനിൽ v വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും അല്ലേ? വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും. സപ്പോസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയായിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ ഇൻ ടേംസ് ഓഫ് v നമുക്ക് എങ്ങനെ എഴുതാം? v cos തീറ്റ എന്ന് എഴുതാം അല്ലേ? തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയ കമ്പോണൻറ്റിനെ v cos തീറ്റ എന്ന് എഴുതാം. ഇനി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ v sin തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാനൊരു വെലോസിറ്റി കമ്പോണൻറ്റ് കൺസിഡർ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെയും ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാം, അതേപോലെ വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലി ഇതെങ്ങനെയായിരിക്കും? ഞാൻ ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടലി ഇതിനെ എങ്ങനെ എഴുതാം? v cos തീറ്റ. അതേപോലെ വെർട്ടിക്കലി എങ്ങനെ എഴുതാം? v sin തീറ്റ. ഇനി ഈ വാട്ടർ ഇതിലൂടെ പോയിട്ട് ഇത് എക്സിറ്റ് ചെയ്യും അല്ലേ? അത് ടാൻജൻഷ്യലി ആണ് എക്സിറ്റ് ചെയ്യുന്നത്. സിൻസ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ദ ആംഗിൾ മെയ്ഡ് ബൈ ടാൻജൻറ്റ് അറ്റ് ടു എൻഡ്സ് വിൽ ബി സെയിം. എന്ന് വെച്ചാൽ ഇവർ ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തുതന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം? v cos തീറ്റ എന്ന് എഴുതാം. അതേപോലെ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ എങ്ങനെ എഴുതാം? v sin തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ കമ്പോണൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഞാൻ ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് അല്ലേ? എന്ന് വെച്ചാൽ മാസ് ബൈ ടി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതുകയാണ്. അപ്പം ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? റോ എ വി എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി നോക്കിയാൽ എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താ? v cos തീറ്റ അല്ലേ? അപ്പം v cos തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റി എന്താ? എക്സ് ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി അതെന്ന് പറയുന്നത് v cos തീറ്റയാണ്. പക്ഷേ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം അല്ലേ? അതായത് ഇങ്ങോട്ട് v cos തീറ്റ പോവുകയാണ്, ഇങ്ങോട്ട് v cos തീറ്റ പോവുകയാണെങ്കിൽ ഫൈനലി ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പം അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? മൈനസ് v cos തീറ്റ ആണ് അല്ലേ? മൈനസ് v cos തീറ്റ. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? റോ എ വി ടു v cos തീറ്റ. അപ്പോൾ ഒന്നും കൂടി എഴുതുവാണെങ്കിൽ ടു റോ എ വി സ്ക്വയർ കോസ് തീറ്റ. ഇതാണ് എക്സ് ഡയറക്ഷനിൽ ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി നമുക്ക് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ബൈ ടി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഞാൻ മാസ് ബൈ ടീനെ ഡയറക്റ്റ് എഴുതുകയാണ്. റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എന്താ? വൈ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താ? v sin തീറ്റ അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി v sin തീറ്റ. ഇനി മൈനസ് വൈ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി എന്താ? വൈ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അതും v sin തീറ്റ തന്നെയാണ്. അവിടെ നെഗറ്റീവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് സൈൻ ചേഞ്ച് ഒന്നും വേണ്ട, ഡയറക്റ്റ് എഴുതാം v sin തീറ്റ. ഇനി നോക്കിയേ, v sin തീറ്റ മൈനസ് v sin തീറ്റ എന്ന് പറയുന്നത് എന്താ? സീറോ ആയില്ലേ? സീറോ ഇൻറ്റു റോ എ വി എന്ന് പറയുന്നത് എന്താ? സീറോ തന്നെയാണ്. അപ്പോൾ എഫ് വൈ എന്ന് പറയുന്നത് സീറോ ആണ്. എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ്. ഇനി ഇതിൽ വേറൊരു ടേമും കൂടി വരും, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അടുത്തത് നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് വെലോസിറ്റി കമ്പോണൻറ്റും എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഇതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പം ഇത് കിട്ടണമെങ്കിൽ നോക്കിയേ, ഇതെന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 അല്ലേ? 180ന്ന് ഇത്രയും ആംഗിൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ കിട്ടും. ആ ഡെൽറ്റ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ.
അപ്പോൾ ആദ്യം ഞാൻ ഈ ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ, ഒരു പ്ലെയിനിൽ നമുക്കറിയാം ഇവിടെ ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു ലൈൻ കൺസിഡർ ചെയ്യുമ്പം അതും തീറ്റ ആംഗിൾ ആയിരിക്കുമല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കിയേ, ഇത് തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അതെങ്ങനെ വന്നു? രണ്ട് പാരലൽ ലൈൻസിൽ ഒരു ലൈൻ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയായി കിട്ടി. അപ്പോൾ എനിക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെയും ആഡ് ചെയ്യുമ്പം എങ്ങനെ എഴുതാം? 2θ എന്ന് എഴുതാം അല്ലേ. ഈ 2θ എന്ന് പറയുന്നതാണ് എക്സ്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 180 - 2θ ചെയ്യുമ്പം എന്ത് കിട്ടും? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ.